Students, welcome to the fourth part of our fourth module. So in this session we will study about strain energy. We strain energy എന്താണ് നോക്കാം. അതായത് when an elastic body is loaded within elastic limits, it deforms and some work is done, which is stored within the body in the form of internal energy. That particular energy is known as strain energy. എന്താണ് strain energy? So the definition is when an elastic body is loaded within elastic limits, it deforms and some work is done which is stored within the body in the form of internal energy. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ, അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? സ്ട്രെയിൻ, ഒരു ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വെച്ചാൽ എന്താണ്? ഇലാസ്റ്റിസിറ്റി, അതായത് ഇലാസ്റ്റിസിറ്റി വാലിഡ് ആവുന്ന റേഞ്ച്, അതായത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് എത്തുന്ന പോയിന്റ് വരെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫോം ആവും. ആ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഒരു വർക്ക് ഡൺ ഉണ്ടാവും അല്ലേ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിഫോർമേഷൻ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വർക്ക് നമ്മൾ ചെയ്യും. ആ വർക്ക് എവിടെയാണ് സ്റ്റോർ ആവുന്നത്? ആ വർക്ക് അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ ഫോമിൽ ഇൻറ്റേർണൽ എനർജി ആയിട്ട് അത് സ്റ്റോർ ആവും. അപ്പോൾ നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്റേർണൽ എനർജി റിലീസാവും. റിലീസാകുന്ന വെച്ചാൽ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ആ ഇൻറ്റേർണൽ എനർജിയുടെ ഫോമിൽ സ്റ്റോർ ആവുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ട്രെയിൻ എനർജി. സോ ഇറ്റ് ഈസ് റിക്കവറബിൾ, അതായത് അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് റിക്കവറബിൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ്, നമ്മൾ എപ്പോഴും വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ അതിൽ റിക്കവറബിൾ ആയിരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റ്സ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലാസ്റ്റിക് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പെർമനൻറ്റ് ഡിഫോർമേഷൻ, പ്ലാസ്റ്റിസിറ്റി ആയില്ലേ? പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ പെർമനൻറ്റ് സെറ്റ് ഓഫ് ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അത് പാർട്ടിക്കിൾസ് ഓഫ് ദ മെറ്റീരിയൽ എന്താവും? ഒന്നിൻ്റെ മുകളിൽ വേറെ ഒരു ലെയർ മറ്റേ ലെയറിൻ്റെ മുകളിൽ സ്ലൈഡായി അതൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷനിലേക്ക് പോകും. അപ്പോൾ ദ വർക്ക് ഡൺ ഇൻ ഡൂയിങ് സോ ഈസ് സ്പെൻഡ് ഇൻ ഓവർകമ്മിങ് ദ കോഹഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്. അപ്പോൾ അത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വർക്ക് ഡൺ എന്താവും? വർക്ക് ഡൺ ഇൻറ്റേർണൽ എനർജി ആയിട്ട് സ്റ്റോർ ആവില്ല. അത് സ്റ്റോർ ആവും, ഓക്കെ, അത് റിക്കവറബിൾ അല്ല. കാരണം എന്താ? ആ വർക്ക് ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ആ കൊഹഷൻ ഫോഴ്സില്ലേ, അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചെല്ലാം ഹീറ്റായിട്ടൊക്കെ പോകും. അത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഹീറ്റൊക്കെ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ടാണത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് റിക്കവർ ആവും. അതായത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്റ്റോർഡ് എനർജീനെ മാത്രമേ നമ്മൾ സ്ട്രെയിൻ എനർജി വിളിക്കാറുള്ളൂ. ഓക്കെ, so the concept of strain energy is very important in strength of materials because it is associated with the deformation of the body. Okay, so the deflection of a body depends upon the manner of application of the load. അപ്പോൾ deformation of a body depends upon manner of application of the load. അപ്പോൾ ഏതൊക്കെ മാനറിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ് അപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഗ്രാജുവൽ ലോഡ്. നമുക്കിവിടെ ഗ്രാജുവൽ ലോഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സെക്കൻഡ് സഡൻ ഓർ ഇമ്പാക്റ്റ് ലോഡ്. ഓക്കെ, ഇമ്പാക്റ്റ് ലോഡ്. ഇപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ഇമ്പാക്റ്റ് ലോഡ് വെച്ച് സഡനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സഡൻ ആപ്ലിക്കേഷൻ, ഗ്രാജുവലായിട്ട് സീറോന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ലോഡല്ല. ഇപ്പോൾ ഒരു നമ്മൾ 50 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് സീറോന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ന്യൂട്ടനായി, 10 ആയി, 15 ആയി, 20 ആയി, അങ്ങനെ 50ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന ലോഡിനാണ് ഗ്രാജുവൽ ലോഡ് എന്ന് പറയാം.
ഡയറക്റ്റ് ആയിട്ട് 50 ന്യൂട്ടൺ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനാണ് സഡൻ ഓർ ഇമ്പാക്ട് ലോഡ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എനർജീസ്, അപ്പോൾ ഈ സ്ട്രെയിൻ എനർജി രണ്ട് കേസിലും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് എ ബോഡി ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ സഡൻ ഓർ ഇമ്പാക്ട് ലോഡ്, ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ, ഇവിടെയാണ് ഗ്രാജുവൽ ഡിഫോർമേഷൻ. ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ കൂടുതലായി കമ്പയർഡ് ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഓക്കെ, അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഒന്ന് നോക്കാം. അപ്പോൾ നോക്കാം, അപ്പോൾ 0 എന്ന് തുടങ്ങി ഞാൻ ഗ്രാഫിക്കലി കാണിച്ചു കഴിഞ്ഞാൽ ലോഡ് ഇവിടെ, ഡിഫോർമേഷൻ ഡെൽറ്റ എൽ ഇവിടെ, ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ ആണിത്. ഇപ്പോൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ നമുക്ക് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അല്ലേ, ഗ്രാജുവലി 0 എന്ന് തുടങ്ങി ബിലോങ്ങേഷൻ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരിക. അപ്പോൾ ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് പി നില. ഓക്കെ, ഒരു പി നില ലോഡ്, ഇതാണെങ്കിൽ ലോഡ് കേട്ടോ, അത് പി വരെ, പി എന്നുള്ളൊരു വാല്യൂ വരെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡെൽറ്റ ആണ് കേട്ടോ, ഈ ഒരു ഈ വാല്യൂ ഡെൽറ്റ ആണെങ്കിൽ ശ്രദ്ധിക്കാം. ഇനി when a gradual or a static load is applied to a body of an elastic material, അപ്പോൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ, what will happen, the body strain ആവും അല്ലേ, ബോഡി സ്ട്രെയിൻ ആവും. പിന്നെ എന്ത് ചെയ്യും, ഒരു ലോഡ് അപ്ലൈ ചെയ്തു, അവിടെ ഒരു ഡിഫോർമേഷൻ സംഭവിച്ചാൽ അവിടെ ഒരു വർക്ക് ഡൺ ചെയ്ത് നമുക്ക് അനുമാനിക്കാം അല്ലേ. വർക്ക് ഈസ് ഡൺ ഓൺ ദ ബോഡി. ആ വർക്ക് ഡൺ എന്തായി സ്റ്റോർ ചെയ്യപ്പെടും, വർക്ക് ഡൺ വിൽ ബി സ്റ്റോർ വിത്തിൻ ദ ബോഡി ഇൻ ദ ഫോം ഓഫ് എനർജി. അതാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് വർക്ക് ഡൺ ബൈ ദ ലോഡ് ഇൻ സ്ട്രെയിനിങ് ദ ബോഡി, അതാണ് സ്ട്രെയിൻ എനർജി. എന്താണ് വർക്ക് ഡൺ ബൈ ദ ലോഡ് ഇൻ സ്ട്രെയിനിങ് ദ ബോഡി. വർക്ക് ഡൺ ബൈ ദ ലോഡ് ഇൻ straining the straining the body. അതാണ് എന്ത്, സ്ട്രെയിൻ എനർജി. ആ വർക്ക് ഡൺ പിന്നെ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ആ എനർജി നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ ലോഡ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോഡ് ഡിഫോർമേഷൻ ഗ്രാഫ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, അപ്പോൾ ഇലാസ്റ്റിക് മെറ്റീരിയലാണ്, ഫോർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണിത്, ഫോർ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ലോഡ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇലോങ്ങേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ലീനിയർലി ഇൻക്രീസിങ് അല്ലേ. അപ്പോൾ ഇത് ലോഡ് ഇലോങ്ങേഷൻ ഡയഗ്രാം ഒരു സ്ട്രൈറ്റ് ലൈൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലെറ്റ് പി ബി ദ ഗ്രാജുവൽ ലോഡ് അപ്ലൈ ടു എ ബാർ ഓഫ് ലെങ്ത് എൽ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ബാറാണ്, applying to a bar load P, length L. ഓക്കെ, L എന്നല്ല, ഇതൊരു ആക്സിയൽ ലോഡാണ്. ആക്സിയൽ ലോഡാണ്, ഗ്രാജുവൽ ആണ്. അപ്പോൾ ഇനീഷ്യലി 0 to P ആണ്, 0 Pയിലേക്ക് ഇൻക്രീസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് സ്ട്രെയിൻ എനർജി എങ്ങനെ കിട്ടും. സ്ട്രെയിൻ എനർജി വെച്ചാൽ എന്താ, സ്ട്രെയിൻ എനർജി ഈക്വൽ ടു വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വർക്ക്, ഇപ്പോൾ ഒരു ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ വർക്ക് ഡൺ കിട്ടുക, വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കൂലേ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ വർക്ക് ഡൺ എന്താ, ആ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും അല്ലേ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് വെച്ചാൽ ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ കേട്ടാൽ പോലെ, ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ ചെയ്താൽ എന്ത് കിട്ടി, വർക്ക് ഡൺ കിട്ടി. അതന്നെയാണ് എന്ത്, സ്ട്രെയിൻ എനർജി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന യു വെച്ചിട്ടാണ്. യു ഈക്വൽ ടു ഹാഫ് പി ഡെൽറ്റ അല്ലേ, ഹാഫ് പി ഡെൽറ്റ. നോക്കാം, ഇനി പിക്ക് നമുക്ക് സിഗ്മ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്നിട്ടൂടെ. ഡെൽറ്റക്ക് നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു എൽ ഇൻറ്റു സ്ട്രെയിൻ ഇട്ടൂടെ, കാരണം സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ ബൈ എൽ അല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ എൽ. ഞാനിത് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തി.
അപ്പോൾ യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പിക്ക് പകരം എന്ത് എഴുതി സിഗ്മ എ എന്ന് എഴുതി, ഡെൽറ്റക്ക് പകരം എൽ ഇൻറ്റു സ്ട്രെയിൻ സിഗ്മ കിട്ടും. ഓക്കെ, ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഞാൻ ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു എ ഇൻറ്റു എൽ. എ ഇൻറ്റു എൽ എന്താ? ഏരിയ ഇൻറ്റു ക്രോസ്, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഏരിയ ആണ് എ, ക്രോസ് സെക്ഷണൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു എൽ എന്ന് വെച്ചാൽ വോളിയം അല്ലേ. യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. അപ്പോൾ സ്ട്രെയിൻ എനർജി എന്താണ്? സ്ട്രെയിൻ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം ചെയ്താൽ എന്ത് കിട്ടി? ഇത് സ്ട്രെയിൻ എനർജി കിട്ടി. ഇത് നോക്കുക, യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് സിഗ്മ, സ്ട്രെയിൻ ഞാൻ സിഗ്മ ബൈ ഇ എന്ന് എഴുതും, ഹുക്സ് ലോ പ്രകാരം സിഗ്മ ഇൻറ്റു എന്താണ് എ ഇൻറ്റു എൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ ഇ എ എൽ എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഹാഫ് സിഗ്മ സ്ക്വയറിന് പകരം ഞാൻ പി സ്ക്വയർ ബൈ എ സ്ക്വയർ തന്നെ എഴുതി. പി സ്ക്വയർ ബൈ ഹാഫ് പി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ എൽ ബൈ ഇ എന്നല്ലേ. ഇതിൽ എയും എയും കട്ടായി ഹാഫ് അല്ലെങ്കിൽ പി സ്ക്വയർ എൽ ബൈ 2AE എന്ന് എഴുതാം. ഇത് മറ്റൊരു ഫോം, ഇത് ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് എന്ത് എഴുതാം? ഡിഫറെൻറ്റ് ഫോമിൽ സ്ട്രെയിൻ എനർജി ഈക്വൽ ടു പി സ്ക്വയർ ലോഡ് ഇൻറ്റു ലെങ്ത്ത് ബൈ 2 ടൈംസ് ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഇ. ഇതാണ് സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് ലോഡ്, ജോമെട്രി ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇതെന്താണ്? പി ലോഡാണ്, എൽ ബൈ എ എന്താണ്? ജോമെട്രിയാണ്, ഇ എന്ന് വെച്ചാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയൽ പ്രോപ്പർട്ടിയും ലോഡും ജോമെട്രിയും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിൻ എനർജി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഹാഫ് സിഗ്മ ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോം ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് ആക്സിയൽ ലോഡാണ്. ആക്സിയൽ ലോഡിൻ്റെ കേസിൽ ആക്സിയൽ ലോഡ് and gradual axial load which is gradually applied ആണ് കേസിലാണ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ്, റെസീലിയൻസ്. എന്താണ് ഈ റെസീലിയൻസ് നോക്കാം. റെസീലിയൻസ് എന്നുള്ളൊരു ടേം ഉണ്ട്. എന്താണ് റെസീലിയൻസ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ to regain its original shape. On removal of the applied load. അപ്പോൾ അപ്ലൈഡ് ലോഡ് റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെയാണ്, അല്ലെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെസീലിയൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ സിമ്പിൾ ടെൻഷണൽ കംപ്രഷൻ. റെസീലിയൻസ് ഈസ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ വോളിയം, സ്ട്രെയിൻ എനർജി ബൈ വോളിയം. അപ്പോൾ സ്ട്രെയിൻ എനർജി എന്താ? U ബൈ വി. യു നമ്മൾ ഓക്കെ ഇവിടെ നോക്കിക്കോ, യുവിന് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. യു ഈ ഒരു എക്സ്പ്രഷൻ കണ്ട, യു ഈക്വൽ ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ ഇ ഇൻറ്റു എ എൽ, അല്ലെങ്കിൽ ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ ഇ ഇൻറ്റു എ എൽ എന്ന് വെച്ചാൽ വോളിയം ഡിവൈഡ് ബൈ വോളിയം ക്യാൻസൽ. എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ 2E. അപ്പോൾ റെസീലിയൻസിന് എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം? സിഗ്മ സ്ക്വയർ ബൈ 2E ആണ് റെസീലിയൻസ്, അല്ലെങ്കിൽ അതിനെ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി എന്ന് പറയും. സ്മോൾ യു റെസീലിയൻസ് വെച്ചാൽ സ്മോൾ യു,
സിഗ്മ സ്ക്വയർ ബൈ 2E അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി എന്ന് വിളിക്കും. കാരണം മാസ് ബൈ വോളിയത്തിന് നമ്മൾ ഡെൻസിറ്റി വിളിക്കും. അപ്പോൾ സ്ട്രെയിൻ ബൈ വോളിയത്തിന് നമ്മൾ സ്ട്രെയിൻ ഡെൻസിറ്റി, സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി, സ്ട്രെയിൻ എനർജി ബൈ വോളിയം സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, എന്നാൽ സ്മോൾ യു. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രെയിൻ എനർജിയും റെസീലിയൻസും തമ്മിലെ വ്യത്യാസം? സ്ട്രെയിൻ എനർജി എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി, റെസീലിയൻസ് വെച്ചാൽ സ്ട്രെയിൻ എനർജി ബൈ വോളിയം. വേറൊരു ടേം പ്രൂഫ് റെസീലിയൻസ്. പ്രൂഫ് റെസീലിയൻസ്. പ്രൂഫ് റെസീലിയൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് റെസീലിയൻസ് at the elastic limit or at proof stress. പ്രൂഫ് സ്ട്രെസ് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഓഫ് റെസീലിയൻസ് അറ്റ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള ആ പോയിന്റിലുള്ള, ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെസ് സിഗ്മ ഇ ആണെങ്കിൽ അവിടെയുള്ള സ്ട്രെയിൻ സിഗ്മ ഇയും എപ്സിലോൺ ഇ ആണ് സ്ട്രെയിൻ എങ്കിൽ, അപ്പോൾ പ്രൂഫ് റെസീലിയൻസ് എന്ന് വെച്ചാൽ എന്താ? റെസീലിയൻസ് തന്നെയാണ്. പ്രൂഫ് റെസീലിയൻസ് എന്ന് വെച്ചാൽ റെസീലിയൻസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ചെയ്താൽ പോരെ, സിഗ്മ ഇ ഇൻറ്റു എപ്സിലോൺ ഇ. ഓക്കെ, കാരണം ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ ഇൻറ്റു വോളിയാണ് സ്ട്രെയിൻ എനർജി, ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ എന്ന് വെച്ചാൽ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റിയാണ് റെസീലിയൻസ്. അത് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ അത് പ്രൂഫ് റെസീലിയൻസ് ആയി. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, ഹാഫ് ഇ ഇൻറ്റു എപ്സിലോൺ ഇ ഇൻറ്റു, കാരണം സിഗ്മ ഇ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻറ്റു എപ്സിലോൺ ഇ ഇൻറ്റു എപ്സിലോൺ ഇ. അപ്പോൾ ഇ ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ ബൈ 2. അതാണ് പ്രൂഫ് റെസീലിയൻസ്. ഓക്കെ, അതാണ് പ്രൂഫ് റെസീലിയൻസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇത് വാല്യൂ ഓഫ് സിഗ്മ ആൻഡ് എപ്സിലോൺ അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം, ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചു. സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലുള്ള ഇതെന്താണ്? സിഗ്മ ഇ എപ്സിലോൺ ഇ അല്ലേ. അപ്പോൾ എന്താണ് ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ എടുത്തു, ഒരു എലമെൻ്റൽ ഏരിയ എടുത്തു. ഈ എലമെൻ്റൽ ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള സ്ട്രെസ് വെച്ചാൽ സിഗ്മ, സ്മോൾ ഏരിയ അല്ലേ. അപ്പോൾ സ്മോൾ ഏരിയയിൽ കോൺസ്റ്റൻറ്റ് ഓൾമോസ്റ്റ് സെയിം സിഗ്മ, ഒരു കോൺസ്റ്റൻറ്റ്, ഇതൊരു ഇത് ഹൊറിസോണ്ടൽ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സിഗ്മ ഇൻറ്റു ഇത് ഡി സിഗ്മയാണെന്ന് വിചാരിക്കാം. സ്മോൾ ഡെപ്ത്, ഈ വിഡ്ത്ത് ഡി സിഗ്മയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏരിയ കാണുമ്പോൾ നമ്മൾ എലമെൻ്റൽ ഏരിയ ഷെയ്ഡഡ് ഏരിയ എലമെൻ്റൽ ഏരിയ അല്ലേ. എലമെൻ്റൽ ഏരിയ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ ഇൻറ്റു ഡി എപ്സിലോൺ അല്ലേ. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to നമ്മൾ 0 to എപ്സിലോൺ ഇ സിഗ്മ ഡി എപ്സിലോൺ വെച്ചാൽ 0 to എപ്സിലോൺ ഇ ഇൻറ്റു എപ്സിലോൺ ഡി എപ്സിലോൺ ഇട്ടൂടെ. അപ്പോൾ ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഇ പുറത്തെടുക്കാം, ഇൻ്റഗ്രൽ 0 to എപ്സിലോൺ ഡി എപ്സിലോൺ വെച്ചാൽ ഇ ഇൻറ്റു എപ്സിലോൺ എന്ന് വെച്ചാൽ എന്താ? എപ്സിലോണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എപ്സിലോൺ സ്ക്വയർ ബൈ 2 0 to എപ്സിലോൺ ഇ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ ബൈ 2 ഏരിയ, ടോട്ടൽ ഏരിയ. ഇതന്നെയല്ലേ എന്ത്? പ്രൂഫ് റെസീലിയൻസ്. അപ്പോൾ പ്രൂഫ് റെസീലിയൻസ് എന്തായി? ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അപ് ടു
അപ്പോൾ പ്രൂഫ് റെസിലിയൻസ് നമുക്ക് എങ്ങനെ എഴുതാം? പ്രൂഫ് റെസിലിയൻസ് എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ പോയിന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വാലിഡ് അല്ല. ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള പോയിന്റ് നിങ്ങൾ എടുത്തെഴുതണം. ഓക്കെ. അതിന് മോഡുലസ് ഓഫ് ടഫ്നെസ് എന്താണ് നോക്കണം. മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ നമ്മളെന്താണ് പ്രൂഫ് റെസിലിയൻസ് പഠിച്ചില്ലേ? ഈ പ്രൂഫ് റെസിലിയൻസിന് വേറൊരു പേരും കൂടിയുണ്ട്. വേറൊരു പേര് വെച്ചാൽ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയില്ല കേട്ടോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മോഡുലസ് ഓഫ് റെസിലിയൻസ് or proof resilience. Okay, another name for proof resilience, modulus of resilience. നമുക്ക് മോഡുലസ് ഓഫ് ടഫ്നെസ് എന്താണ് നോക്കാം. മോഡുലസ് ഓഫ് ടഫ്നെസ് അതായത് സ്ട്രെയിൻ എനർജി. ഇറ്റ് ഈസ് എ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം required to cause the material to rupture. അപ്പോൾ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം റിക്വയർഡ് ടു കോസ് ദ മെറ്റീരിയൽ ടു റപ്ചർ. അപ്പോൾ അത് ഇലാസ്റ്റിക് ലിമിറ്റും കടന്ന് റപ്ചർ പോയിന്റ്, അതായത് അൾട്ടിമേറ്റ് പോയിന്റ് ഇല്ല, റപ്ചർ ബ്രേക്കിംഗ് ഫെയിലിയർ പോയിന്റ് ഇല്ല, ഫെയിലിയർ പോയിന്റ് വരെയുള്ള എത്തും വരെയുള്ള സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ അതെന്തായിരിക്കും നമുക്ക്? അപ്പോൾ ഇതാണ് എന്ത്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ബിഫോർ ഫ്രാക്ചർ. അത് നമുക്ക് മെഷർ ഓഫ് എബിലിറ്റി ടു absorb energy ബിഫോർ ഫ്രാക്ചർ ആവുന്നതിന് മുന്നേ മാക്സിമം പോസിബിൾ എത്രത്തോളം സ്ട്രെയിൻ എനർജി അബ്സോർബ് ചെയ്യാമെന്നുള്ളതിൻ്റെ മെഷറാണ് ഇത് മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചാൽ ഫ്രാക്ചർ പോയിന്റ് വരിക. ഒരു ഡക്റ്റൈലിനല്ലേ ഫ്രാക്ചർ പോയിന്റ് വരിക? ഒരു ഡക്റ്റൈൽ ഇങ്ങനെയല്ലേ വരിക? ഇവിടെയല്ലേ ഫ്രാക്ചർ പോയിന്റ് വരിക? ഫ്രാക്ചർ പോയിന്റ് വരെയുള്ള സ്ട്രെയിൻ എനർജി. അപ്പോൾ സ്ട്രെയിൻ എനർജി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏരിയ അണ്ടർ ദ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം വെച്ചാൽ ഏരിയ അണ്ടർ ദ സ്ട്രെയിൻ കർവ് അല്ലേ സ്ട്രെയിൻ. അപ്പോൾ ഫ്രാക്ചർ പോയിന്റ് വരെയുള്ള സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ മോഡുലസ് ഓഫ് ടഫ്നെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ചർ പോയിന്റ് വരെയുള്ള ഏരിയ അണ്ടർ ദ കർവ് കണ്ടാൽ മതി. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും എന്ത്? മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു അബ്സോർബ് എനർജി ബിഫോർ ഫ്രാക്ചർ. അബ്സോർബ് എനർജി അല്ലെങ്കിൽ ടഫ്നെസ്സിൻ്റെ ഒരു മെഷറാണത്. കാരണം മോർ ടഫ് എന്ന് വെച്ചാൽ ഫ്രാക്ചർ പോയിന്റ് വരെ മാക്സിമം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഫ്രാക്ചർ ആവുന്നില്ല. ആ കൺസെപ്റ്റാണ് മോഡുലസ് ഓഫ് ടഫ്നെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രെയിൻ എനർജി 3 ഡയമെൻഷനിൽ എങ്ങനെ വരാം? നമ്മളിതിപ്പോൾ ആക്സിയൽ ലോഡ് ഒരു ഡയറക്ഷനിലെ ലോഡെല്ലാം എടുത്തില്ലോ. സ്ട്രെയിൻ എനർജി 3 ഡയമെൻഷനിൽ എങ്ങനെ പറയാം? ഇപ്പോൾ സപ്പോസ് ഇതൊരു ക്യൂബ്, ഇതിൽ എല്ലാ ഡയറക്ഷനിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, കാരണം എക്സ് നോക്കുക, σ1 ഈ ഡയറക്ഷൻ എക്സ് ആക്സിസ്, σ2 ഇങ്ങോട്ട് ഒരു σ3 ഉണ്ടെങ്കിൽ സ്ട്രെയിൻ എനർജി പറയുമ്പോൾ നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി എങ്ങനെയാണ്? ടോട്ടൽ സ്ട്രെയിൻ എനർജി വെച്ചാൽ ഹാഫ് σ1 ε1 ഇപ്പോൾ പ്ലസ് ഹാഫ് σ2 ε2 പ്ലസ് ഹാഫ് σ3 ε3 എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? വോളിയത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഹാഫിൻ്റെ സ്ട്രെസ്സിൻ്റെ സ്ട്രെയിനിൻ്റെ വോളിയാണല്ലോ സ്ട്രെയിൻ എനർജി. അപ്പോൾ 3 ഡയറക്ഷനാണ്, 3 സെപ്പറേറ്റ്. വോളി അല്ലാത്ത സെയിം അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ σ1 എടുക്കുമ്പോൾ നമ്മൾ പോയിസൺസ് റേഷ്യോ വെച്ചിട്ട് കാണണം. കാരണം σ1 വെച്ചാൽ
സിഗ്മ 1 ബൈ എപ്സിലോൺ 1 വെച്ചാൽ സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 3 ബൈ ഇ. ഇങ്ങനെ ആയിരിക്കണം എപ്സിലോൺ 1 കാണേണ്ടത്. അതേപോലെ എപ്സിലോൺ 2 കാണുമ്പോൾ സിഗ്മ 2 ബൈ ഇ ആണ് വെക്കുക. മൈനസ് മ്യൂ സിഗ്മ 1 ബൈ ഇ ഉണ്ട്, മൈനസ് മ്യൂ സിഗ്മ 3 ബൈ ഇ ഉണ്ട്, 3 ബൈ ഇ. അതേപോലെ എപ്സിലോൺ 3 കാണുമ്പോഴും അതുപോലെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ഡിഫറൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇതൊന്ന് നമ്മൾ ഷിയർ സ്ട്രെയിൻ എനർജി നോക്കും. ഷിയർ സ്ട്രെസ് ഇപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ് അല്ലേ. ഷിയർ സ്ട്രെയിൻ എനർജി എന്ന് വെച്ചാൽ എന്താ? ഷിയർ സ്ട്രെയിൻ എനർജി വെച്ചാൽ ടോ വരുന്ന കേസിൽ ഇപ്പോൾ സപ്പോസ് ഇവിടുന്നൊരു 5 എന്നുള്ളൊരു എന്ത് വന്നു, സ്ട്രെയിൻ വന്നു. ടോ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ടോ ഓക്കെ, ടോ അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഇവിടെ ഒരു ടോ വരും. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ശരിക്കും ഇവിടെ നമ്മളൊരു ഫോഴ്സ് പി ആഡ് ചെയ്താൽ പി ബൈ എ ആണെന്ത്, പി ഈ ഏരിയ എ ആണെങ്കിൽ ആ പി ബൈ എ എന്താണ്, പി ബൈ എ ആയിരിക്കുന്നത് ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം മെത്തേഡാണ്. യു ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ സ്ട്രെയിനിങ് എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഇൻ സ്ട്രെയിനിങ് ആണ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ഫൈനൽ കപ്പിൾ. ഒരു കപ്പിളാണല്ലോ ഫോഴ്സ്. ഇവിടെ ശരിക്കും കപ്പിളാണ് ഫോഴ്സ് ഇൻറ്റു ആംഗിൾ ടേൺഡ്. ഒരു ആംഗിൾ ടേൺഡ്, ഡിസ്റ്റൻസ് അല്ല, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് അല്ല, ഇവിടെ കപ്പിൾ ഇൻറ്റു ആംഗിൾ, അതാണ് ഷിയർ സ്ട്രെയിൻ. ഫൈനൽ കപ്പിൾ എന്ന് വെച്ചാൽ എന്താ? കപ്പിൾ എന്ന് വെച്ചാൽ ഇത് ടോ തന്നെയല്ലേ. കപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഈ ഹൈറ്റ് എച്ച്, ഇത് എച്ച് ആണെങ്കിൽ ഈ ലെങ്ത് എൽ നടത്താം, അപ്പൊ കപ്പിൾ എങ്ങനെ? കപ്പിൾ വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എച്ച് ആണ്. അപ്പോൾ രണ്ട് ലെവലിലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് കപ്പിൾ എന്ന് പറയുന്നത്. ഇൻറ്റു ആംഗിൾ ടേൺ വെച്ചാൽ എത്ര? ആംഗിൾ ടേൺ 5. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ഫോഴ്സ് നമ്മളിവിടെ പി അല്ലേ എടുത്തത്, പി നടത്തും. പി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു ഏരിയ ആണ്. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നടത്തും. ഇതാണ് എന്ത്? പി ഇൻറ്റു എച്ച് ഇൻറ്റു 5 എന്ന് വെച്ചാൽ എത്ര? 5 എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെയിൻ അല്ലേ. ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ടോ ബൈ ജി. ഇതെന്താ? ഹാഫ് ഇൻറ്റു ടോ സ്ക്വയർ ബൈ ജി ഇൻറ്റു എൽ ബി എച്ച് എന്ന് വെച്ചാൽ വോളിയം. ഓക്കെ, ഹാഫ് ടോ സ്ക്വയർ. അപ്പോൾ നമുക്ക് ടോ ഈക്വൽ ടു u in case of shear strain energy, u can be written as tau square by 2g into volume. നേരത്തെ നമ്മൾ സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം എന്ന് എഴുതിയത്. ഇവിടെ ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം എന്ന് എഴുതും. ഓക്കെ, നേരത്തെ കേസ് യു ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു വോളിയം, അത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അപ്പം ഇനി നമ്മൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി. ഇതിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെയിൻ എനർജി നമ്മൾ കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി എന്ന് കൂടെ പറയും കേട്ടോ. കാരണം ഇവിടെ കോംപ്ലിമെൻ്ററി സ്ട്രെസ് ആണല്ലോ. ഈ ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി സ്ട്രെസ്സാണ്. ഇവിടെ ടോ വരുമ്പോൾ ഇവിടെയും ടോ വരും. നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടോർഷൻ്റെ കേസിലും ബെൻഡിങ്ങിൻ്റെ കേസിലും ഉള്ള, ഇതിപ്പോൾ ആക്സിയലാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ടോർഷൻ്റെ കേസിലും
ടോർഷൻ ആൻഡ് ബെൻഡിങ്ങിൻ്റെ കേസിൽ എന്ത് നമ്മുടെ സ്ട്രെയിൻ എനർജി അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കും. സ്ട്രെയിൻ എനർജി ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ. താങ്ക് യു.